Hello, in this section we are discussing about maps and its types. Maps. Maps may be defined as a representation of the Earth's pattern as a whole or part of it or the heavens on a plane surface with conventional signs drawn to a scale and projection so that each and every point on it corresponds to the actual terrestrial or celestial position. എന്താണ് ഒരു മാപ്പ്? എർത്തിനെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ എർത്തിന്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിന് ഏതെങ്കിലും ഒരു പാർട്ട് ഒരു പ്ലെയിൻ സർഫസിൽ കൺവെൻഷണൽ സയൻസിന്റെ സഹായത്തോടു കൂടിയും സ്കെയിലും പ്രൊജക്ഷനും വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് മാപ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു മാപ്പിലെ എല്ലാ പോയിന്റും ആക്ച്വൽ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ സെലസ്റ്റിയൽ പൊസിഷനെ ബേസ് ചെയ്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. The word map is derived from the Latin word mappa. Elements of a map. The main elements include title, direction, scale, conventional signs and symbol, projection, legend. മാപ്പിലെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്തൊക്കെ നോക്കാം. ആദ്യമായിട്ട് ടൈറ്റിൽ. ഈ കാണിക്കുന്നത് ഹവായി ഐലൻഡ്സിലെ ലാൻഡ് റിസർവ്സ് മാപ്പാണ്. അപ്പോൾ അതിന്റെ ടൈറ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഡയറക്ഷൻ, നോർത്ത് ആരോ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നോർത്ത് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് മാപ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഡയറക്ഷൻ കാണും. മൂന്നാമതായിട്ട് സയൻസ് ആൻഡ് സിമ്പിൾസ്. എർത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു ഭാഗത്ത് കാണപ്പെടുന്ന ഫീച്ചേഴ്സിനെ കുറച്ച് സയൻസും സിമ്പിൾസും വഴിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കി തരാൻ ഉപയോഗിക്കുന്ന ഒരു കീ ആണ് ലെജൻഡ് എന്ന് പറയുന്നത്. ദെൻ പ്രൊജക്ഷൻ. എർത്തിന് ഓരോ സ്ഥലത്തിനും ആക്ച്വൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ കാണും. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഓരോ മാപ്പ് തയ്യാറാക്കുന്ന ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കെയിൽ. സ്കെയിൽ എന്ന് പറയുന്നത് എർത്തിലെ രണ്ട് ഫീച്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു മാപ്പിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ ആണ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒരു മാപ്പിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ്. ടൈപ്പ് ഓഫ് മാപ്പ്. First, on the basis of relief, it is divided into hypsometric and planimetric map. Map which shows relief and terrain in detail is called hypsometric map, and map which give more emphasis to other details and limit relief portrayal is called planimetric map. മാപ്പിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് റിലീഫിന്റെ ബേസിൽ. റിലീഫ് എന്ന് പറയുന്ന ഒരു സ്ഥലം എടുക്കുമ്പോൾ അവിടുത്തെ ഹയസ്റ്റ് പോയിന്റും ലോവസ്റ്റ് പോയിന്റും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ഡിഫറൻസിനെയാണ് റിലീഫ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തെ റിലീഫ് വെച്ചിട്ട് നമുക്ക് അവിടുത്തെ സ്ലോപ്പ് എങ്ങനെയാണ്, അവിടുത്തെ പ്രതലം എങ്ങനെയാണ്, ടോപ്പോഗ്രഫി എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ റിലീഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മാപ്പിനെ ഹിപ്സോമെട്രിക് മാപ്പ് എന്ന് വിളിക്കുന്നു. അതേസമയം റിലീഫ് വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ, പകരം മറ്റു ഡീറ്റെയിൽസിനാണ് എംബസൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാപ്പിനെ പ്ലാനിമെട്രിക് മാപ്പ് എന്ന് വിളിക്കുന്നു. നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന അഡ്മിനിസ്ട്രേറ്റീവ് മാപ്പൊക്കെ പ്ലാനിമെട്രിക് മാപ്പാണ്. അതേസമയം ടോപ്പോഗ്രഫിക്കൊക്കെ കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തത് ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് അങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിപ്സോമെട്രിക് മാപ്പാണ്. Second, on the basis of scale. Scale is a ratio between 2 points on the map to the corresponding distance on the ground. And on the basis of scale, the maps are divided into small scale map, medium scale map, large scale map. അടുത്തതായി സ്കെയിലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. സ്കെയിൽ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസിന് നമ്മളൊരു റേഷ്യോ എടുത്താണ് മാപ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ റേഷ്യോ വിളിക്കുന്ന പേരാണ് സ്കെയിൽ എന്ന് പറയുന്നത്. സ്കെയിലിനെ ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫിക്കേഷൻ ആണ് മാപ്പിനുള്ളത്. സ്മോൾ സ്കെയിൽ മാപ്പ്, മീഡിയം സ്കെയിൽ മാപ്പ്, ലാർജ് സ്കെയിൽ മാപ്പ്. സ്കെയിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യണമെന്ന് നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. 1 centimeter ഓൺ ദ മാപ്പ് റെപ്രസെന്റ്സ് 1 kilometer ഓൺ ദ ഗ്രൗണ്ട്. അതായത് ഒരു മാപ്പിലെ 1 centimeter എന്ന് പറയുന്നത് ഗ്രൗണ്ടിലെ 1 kilometerന് തുല്യമാണ്. 1 kilometer എന്ന് പറയുന്നത് 1,00,000 centimeterന് തുല്യമാണ്. ഇനി സ്മോൾ സ്കെയിൽ മാപ്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഷോസ് ലാർജർ ഏരിയാസ് വിത്ത് ലെസർ ഡീറ്റെയിൽസ് ആൻഡ് ദ സ്കെയിൽ ഇസ് ബിലോ 1:10 lakh. ഫോർ എക്സാമ്പിൾ അറ്റ്ലസ്. സ്മോൾ സ്കെയിലിലെ സ്മോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏരിയ അല്ല, പകരം അതിലുള്ള ഡീറ്റെയിൽസ് ആണ്. ഒരു ലാർജ് ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസേ അതിലുള്ളൂ എങ്കിൽ അത്തരത്തിലുള്ള മാപ്പിനെ വിളിക്കുന്നതാണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് അറ്റ്ലസ്. അറ്റ്ലസിൽ നമുക്ക് അറിയാൻ സാധിക്കും കൂടുതൽ നമ്മൾ കാണുന്നത് കോണ്ടിനെന്റും വേൾഡ് മാപ്പും ഒക്കെയാണ്. അപ്പോൾ വലിയ
ഏരിയ ആണ് കവർ ചെയ്യുന്നത്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഇവിടുത്തെ സ്കെയിൽ എന്ന് പറയുന്നത് 1:10 ലാഖിന് താഴെയാണ്. ഈ 10 ലാഖിന് താഴെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ 1:8 ലാഖും 7 ലാഖും ഒന്നുമല്ല, 1:15 ലാഖോ 20 ലാഖോ 25 ലാഖോ, അതായത് 10 ലാഖിന് താഴെ എന്ന് ഉദ്ദേശിക്കുന്നത് 11, 12, 13, 14 തുടങ്ങിയ സംഖ്യകളാണ്. അതായത് 1:10 കിലോമീറ്ററിന് താഴെയുള്ള സ്കെയിലിലുള്ളതാണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് മീഡിയം സ്കെയിൽ മാപ്പ്. Those falling between 1:63,360 to 1:10 lakh. 1:63,360ക്കും 1:10 ലാഖിനും ഇടയിലാണ് ഒരു മാപ്പിന്റെ സ്കെയിലെങ്കിൽ അത്തരത്തിലുള്ള മാപ്പിനെ വിളിക്കുന്നതാണ് മീഡിയം സ്കെയിൽ മാപ്പ്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ അറ്റ്ലസും മില്യൺ ഷീറ്റ്സ് ഓഫ് സർവേ ഓഫ് ഇന്ത്യയും. ദെൻ ലാർജ് സ്കെയിൽ മാപ്പ്. ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ മാപ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു മാപ്പിൽ ഒരുപാട് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്, പക്ഷെ അതൊരു ചെറിയ ഏരിയനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതാണ് ലാർജ് സ്കെയിൽ മാപ്പ്. ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ല മാത്രമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മാത്രമോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു വാർഡ് മാത്രമോ റെപ്രസെന്റ് ചെയ്യുന്നു, അപ്പോൾ അതിലെല്ലാം കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നെങ്കിൽ അത്തരത്തിലുള്ള മാപ്പാണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്കെയില് മോർ ദാൻ 1:63,360. ഇവിടെ മോർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കലും 63യെക്കാട്ടും കൂടുതലായിട്ടുള്ള 64,000, 65,000 ആ സംഖ്യയല്ല, പകരം 50,000, 25,000, 10,000, 5,000 അതൊക്കെയാണ് ഇവിടെ ലാർജ് സ്കെയിലിൽ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തതയ്ക്ക് വേണ്ടി 3 മാപ്പ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് സ്മോൾ സ്കെയിൽ മാപ്പാണ്. അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1:100 മില്യൺ ആണ്. വലിയൊരു ഏരിയ കാണിച്ചിട്ടുണ്ട്. ആ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്. അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ അതിൽ നിന്ന് ലഭ്യമാവുള്ളൂ. ഇനി ആ സ്മോൾ സ്കെയിൽ മാപ്പിലെ തന്നെ ഒരു പോർഷനാണ് അടുത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും പോർഷന്റെ മീഡിയം സ്കെയിൽ മാപ്പ് വന്നപ്പോൾ ഈ കിട്ടുന്ന ഡീറ്റെയിൽസിനെക്കാട്ടും കുറച്ചുകൂടെ വ്യക്തതയോടെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടാൻ തുടങ്ങി. അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1:2,50,000 ആണ്. ഇനി ഈ ഒരു മീഡിയം സ്കെയിൽ മാപ്പിനകത്തുള്ള ഒരു ചെറിയ സ്ഥലം എടുത്തിട്ട് അതിനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന മാപ്പാണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ അടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ സ്കെയിൽ എന്ന് പറയുന്നത് 1:24,000 ആണ്. Next classification on the basis of information. On the basis of information, maps are classified into general purpose map, thematic map, special purpose map. Thematic map. Maps which specializes in portraying a specific information without caring for the other, often more important but irrelevant to the basic theme information. ഒന്നാമതായി thematic map. ഒരു മാപ്പ് ഒരു പ്രത്യേക തീം മാത്രമാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്, മറ്റ് ഇൻഫോർമേഷൻസ് ഒന്നും അതിന് മുൻഗണന കൊടുക്കുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള മാപ്സിനാണ് തീമാറ്റിക് മാപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലൈമാറ്റിക് ഡേറ്റ മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാപ്പാണെന്നിരിക്കട്ടെ, അതിൽ ക്ലൈമാറ്റിക് ഡേറ്റയ്ക്ക് മാത്രമായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്, മറ്റ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾക്കോ കൾച്ചറൽ കാര്യങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ഇനി ഒരു കൾച്ചർ എന്ന് പറയുന്ന തീമിലുള്ള മാപ്പാണെന്നിരിക്കട്ടെ, അതിൽ കൂടുതൽ കൾച്ചർ എന്ന് പറയുന്ന തീമിന്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റ് മാപ്പാണെന്നിരിക്കട്ടെ, അവിടെ ടൂറിസം സ്പോർട്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മറ്റ് ഡീറ്റെയിൽസിനൊന്നും അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു തീമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാപ്പിനെയാണ് തീമാറ്റിക് മാപ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് there are mainly 2 types of thematic maps, simple and complex. In a simple map, it is concentrated on representation of a single feature, while in complex map, it represents combination, correlation, association, variation, interconnection between several aspects of the same phenomena or between 2 or more phenomena. തിമാറ്റിക് മാപ്സിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിമ്പിൾ തിമാറ്റിക് മാപ്പും കോംപ്ലക്സ് തിമാറ്റിക് മാപ്പും. ഏതെങ്കിലും ഒരു തീം മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അത് സിമ്പിൾ തിമാറ്റിക് മാപ്പ്. അതേസമയം ഒരു തീമിന്റെ തന്നെ അസോസിയേഷനോ കോറിലേഷനോ കോമ്പിനേഷനോ വേരിയേഷനോ ഒക്കെ റെപ്രസെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫിനോമിന റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ളത് കോംപ്ലക്സ് മാപ്പ്. ഇപ്പോൾ ഒരു സോയിൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രം കാണിക്കുന്ന, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മാത്രം കാണിക്കുന്ന, അഗ്രികൾച്ചർ മാത്രം കാണിക്കുന്ന മാപ്പാണെങ്കിൽ അതൊരു സിമ്പിൾ തിമാറ്റിക് മാപ്പ്. അതേസമയം അഗ്രികൾച്ചറും സോയിൽ ഇറോഷനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ മഴയും സോയിൽ ഇറോഷനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ മഴയും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ
രണ്ട് ആസ്പെക്ട്സ് എടുത്തിട്ട് അത് തമ്മിലുള്ള കോറിലേഷൻ കാണിക്കുന്ന മാപ്സിനെയാണ് കോംപ്ലക്സ് thematic maps എന്ന് വിളിക്കാറ്. The simple thematic maps can be again classified into qualitative map, semi-quantitative map, quantitative map. First, qualitative map. Map which show natural and cultural features. The distribution is usually not measured quantitatively. Example, lithology, soil, etc. Qualitative map. വ്യാക്കിൽ തന്നെയുണ്ട് ഒരു ക്വാളിറ്റി മാത്രം കാണിക്കുന്നത്, അതായത് ഏതെങ്കിലും ഒരു ഫീച്ചർ റെപ്രസെന്റ് ചെയ്ത് മാത്രം കാണിക്കുന്നു, നമുക്കതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, ഒരു വാല്യൂ അതിന് കാണില്ല. അത്തരത്തിലുള്ള മാപ്സിനാണ് ക്വാളിറ്റേറ്റീവ് മാപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ സോയിൽ മാപ്പ്, ഫോറസ്റ്റ് മാപ്പ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ മാപ്പ്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് മാപ്പ്, അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു വാല്യൂ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള മാപ്സിനെയാണ് ക്വാളിറ്റേറ്റീവ് മാപ്പ് എന്ന് വിളിക്കുന്നത്. Second, semi-quantitative map അല്ലെങ്കിൽ semi-qualitative map. Cartographic representation which are qualitative and quantitative at the same time. ഒരു മാപ്പ് എടുക്കുമ്പോൾ അത് ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അത്തരത്തിലുള്ള മാപ്സിനെയാണ് സെമി ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ സെമി ക്വാളിറ്റേറ്റീവ് മാപ്സ് എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഡോട്ട് മാപ്പാണ്. ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഡോട്ട് മാപ്പാണ്. ഈ മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ക്രോപ്പ് ലാൻഡ്സ് എവിടെ കാണാൻ സാധിക്കും? ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? കാരണം ഇവിടെ കുറച്ചുകൂടെ ഡാർക്ക് കളർ ഷെയ്ഡ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇവിടെ ക്രോപ്പ് ലാൻഡ് കൂടുതലാണ്, ഇവിടെയൊക്കെ കുറവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു റെപ്രസെന്റേഷനൊപ്പം തന്നെ ഓരോ ഡോട്ടിനും ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 dot equal to 25,000 acre. ഓരോ ഡോട്ടിനും ഒരു വാല്യൂ ഉണ്ട്, അതുകൊണ്ടത് ക്വാണ്ടിറ്റി ആണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് ക്രോപ്പ് ലാൻഡ് കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും രണ്ട് ഫീച്ചറും കൂടെ ചേർന്ന് വരുന്ന മാപ്പ് ആയതുകൊണ്ട് തന്നെ സെമി ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ സെമി ക്വാളിറ്റേറ്റീവ് മാപ്സ് എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഡോട്ട് മാപ്സ്. Quantitative maps. These are density maps which gauge the frequency of occurrence of a phenomena by specific divisions such as taluk, tahsil, etc. ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാപ്പിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ റെപ്രസെന്റ് ചെയ്യുന്നതിൽ വാല്യൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്വാണ്ടിറ്റിയായിട്ട് മെഷറബിൾ ആണെങ്കിൽ അത്തരത്തിലുള്ള മാപ്സിനാണ് ക്വാണ്ടിറ്റേറ്റീവ് മാപ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം റിലീഫ് മാപ്സ്, അതിൽ നമുക്ക് ഹൈറ്റ് അറിയാൻ പറ്റും. അടുത്ത ടെമ്പറേച്ചർ മാപ്സ്, അതിൽ നമുക്ക് ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാൻ പറ്റും, അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇപ്പോൾ റെയിൻഫോൾ മാപ്പ് ആണെങ്കിൽ റെയിൻഫോൾ എത്രയാണെന്ന് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്കൊരു വാല്യൂ അറിയാൻ പറ്റുന്ന മാപ്സ്, ക്വാണ്ടിറ്റീവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന മാപ്സ് quantitative maps. Complex thematic map. When more than one set of equally important data are represented on a single map to show combination, correlation, association or interaction, we get complex thematic map. ഒരു മാപ്പിൽ ഒന്നിൽ കൂടുതൽ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുകയും അത് തമ്മിലുള്ള കോമ്പിനേഷനും കോറിലേഷനും അസോസിയേഷനും ഇന്ററാക്ഷനും ഒക്കെ അതിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാപ്പിനെ വിളിക്കുന്നത് കോംപ്ലക്സ് തെമാറ്റിക് മാപ്പ് എന്ന് പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്ന മാപ്പ് കാണാൻ സാധിക്കും. റിവർ ലാൻഡ് സ്ലൈഡും ആൾട്ടിറ്റ്യൂഡും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തുള്ള ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ റിവറും ലാൻഡ് സ്ലൈഡും തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ട് എന്ന് ആ ഒരു മാപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ഫിനോമിന റെപ്രസെന്റ് ചെയ്യുന്ന thematic maps ne complex thematic map എന്ന് വിളിക്കുന്നു. Then another classification on the basis of military use, maps are divided into 4: general map, strategic map, tactical map, photo map. Military base ൽ general map എന്താണെന്ന് നോക്കാം. Any map of a scale of 1:10 lakh or less. 10 lakh സ്കെയിലോ അതിൽ താഴെയുള്ള സ്കെയിലുള്ള മാപ്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ മാപ്സിനെല്ലാം വിളിക്കുന്നത് general maps എന്നാണ്. Strategic map. Any map of scale between 1:10 lakh and 1:5 lakh. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണ് സ്കെയിൽ വരുന്നെങ്കിൽ അത്തരത്തിലുള്ള മാപ്പിനെ വിളിക്കുന്നത് strategic map. Tactical map. Map with a scale of 1:5 lakh or more are called tactical maps. It serves as a guide to battalions and patrol units. 1:5 lakhino അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആണ് ഒരു മാപ്പിന്റെ സ്കെയിൽ എങ്കിൽ, അതായത് കുറച്ചുകൂടെ മീഡിയം സ്കെയിൽ ആയിട്ട് വരുന്ന മാപ്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള മാപ്സിനെ വിളിക്കുന്ന ടാക്ടിക്കൽ മാപ്സ് ആണ്. ബറ്റാലിയനും പെട്രോൾ യൂണിറ്റ്സിനും ഒരു ഗൈഡായിട്ടാണ് ഇത്തരത്തിലുള്ള മാപ്സ് ആക്ട് ചെയ്യുന്നത്. ഫോട്ടോ മാപ്സ്. An air photograph in which scale ranges from 1:5,000 to 1:60,000. ഒരു
ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫ് അതിന്റെ സ്കെയിൽ 5000-നും 60,000-നും ഇടയിലാണെങ്കിൽ അത്തരത്തിലുള്ള മാപ്സിനെ വിളിക്കുന്നത് ഫോട്ടോ മാപ്സ് എന്നാണ്. Then special purpose map. Special purpose maps is mainly designed for children, neoliterates, blind, business and commercial organization. Maps for children. Maps for children. ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ അറിയാം കുട്ടികൾക്കുള്ള മാപ്പ് മുതിർന്നവർക്കുള്ള മാപ്പിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസമുള്ളത്. കുറച്ചുകൂടെ വളരെ കളർഫുൾ ആണ്. സാധാരണ യൂസ് ചെയ്യുന്ന കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ് ഒന്നുമല്ല യൂസ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആനിമൽസിന്റെയും ബോർഡ്സിന്റെയും ഫിഷസിന്റെയും ഒക്കെ സിമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫോറസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ പ്രത്യേക സിമ്പിൾസ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള വളരെ എളുപ്പമുള്ള ഒരു സിമ്പിൾസോ ഒക്കെ കൊടുത്തും വളരെ കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കുന്ന മാപ്സ് ആണ് കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് മാപ്പ്. സ്പെഷ്യൽ പർപ്പസ് മാപ്പിൽ അടുത്തത് ബ്ലൈൻഡിന് വേണ്ടിയിട്ടുള്ള മാപ്സ് ആണ്. ഇത് തയ്യാറാക്കുന്നത് ബ്രെയിലി ലിപിയിലാണ്. ഇത് പ്രത്യേകിച്ച് കുറച്ച് ലിപികൾ ഉപയോഗിച്ചും കുറെ സിമ്പിൾസും സൈൻസും ഉപയോഗിച്ചിട്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. കുറെ ഡോട്ട്സ് വെച്ചിട്ടാണ് ഈ മാപ്പ് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ ഒരു മാപ്പ് ഉപയോഗിച്ചിട്ട് ബ്ലൈൻഡ്സിന് അത് ഏത് സ്ഥലമാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കുറച്ചുകൂടെ വലിയ പ്രതലത്തിലാണ് നോർമൽ മാപ്പിനെ അപേക്ഷിച്ച് വരയ്ക്കുന്നത്. ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ മാപ്സ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, വലിയ വലിയ മോൾസ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ വച്ചേക്കുന്ന ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാപ്സ് ആണ് ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ മാപ്സ്. ഇത് ചിലപ്പോൾ സ്കെയിലൊന്നും കാണത്തില്ല, ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മാപ്സ് ആയിരിക്കും. Thence maps for neoliterates. Neoliterates എന്ന് പറയുന്നത് മുതിർന്നവരിൽ പുതുതായിട്ട് ലിറ്ററസി കിട്ടിയവരാണ് neoliterates എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന അവരുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അവരൊരു ഊഹം വച്ചിട്ട് മാപ്പ് ചെയ്യുന്നതിനാണ് മാപ്പ് ഫോർ നിയോലിറ്ററേറ്റ്സ് എന്ന് പറയുന്നത്. അത് ചുറ്റുമുള്ള അവരുടെ നെയ്ബർഹുഡ് മാത്രമായിരിക്കും ആദ്യം അവർക്ക് മാപ്പ് ചെയ്ത് കാണിക്കുന്നത്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലെജൻസും ആയിരിക്കും കൊടുക്കുന്നത്.